ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി തീയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തോട്ട് തേങ്ങയിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. നല്ല ഗോൾഡൻ കളറായി വരുന്നിടം വരെ വറുത്തെടുക്കാം. ഇത് അരമുറി തേങ്ങ നല്ലതുപോലെ തിരുകി എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഗോൾഡൻ കളറായി വരുന്നിടം വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു നുള്ള് കായപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. കായപ്പൊടി ചേർത്താൽ ഒരു നുള്ള് മതി. അത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിനകത്തോട്ട് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തത്. അത് പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് 1.25 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് മതി കേട്ടോ. ആ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ നല്ലതുപോലെ അത് പച്ചമണമൊക്കെ മാറി വരും. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ചൂടാറുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. ആ ഒരു സമയത്ത് നമുക്ക് പുളിവെള്ളം കൂടെ കലക്കി വെക്കാം കേട്ടോ. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചേക്കുക. അപ്പോൾ നല്ലതുപോലെ അത് അലിഞ്ഞ് കിട്ടും. ഇനി നമുക്കൊരു ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ഒഴിച്ച് കടുകും കൂടെ പൊട്ടിക്കാം. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് ഒരു വറ്റൽമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി ഒരു 4 കട്ട് ചെയ്തതാണ്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതൊരു 300 ഗ്രാം ചെറിയ ഉള്ളിയുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഒരു 2 പച്ചമുളക് ചെറുതായിട്ടൊന്ന് കീറിയതും കൂടെ നമുക്കിതിലിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളിയും കൂടെ നല്ലതുപോലെ പിഴിഞ്ഞ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തേങ്ങയൊക്കെ വറുത്ത് വെച്ചിരിക്കുന്നില്ലേ, അതൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ വെള്ളമൊന്നും ചേർക്കാതെ നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിനകത്തോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 കപ്പോളം വെള്ളം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് ആ വെള്ളമൊക്കെ വറ്റി കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇത് എണ്ണ തെളിഞ്ഞ് വരട്ടെ. അപ്പോൾ നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് കുറുകി വന്നിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിത്തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ. ഹാവ് എ നൈസ് ഡേ.